ലോകത്തിലെ പല രാജ്യങ്ങളുടെയും റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ പല രീതിയിലാണ്. നമ്മുടെ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷൻ, ട്രെയിൻസും നെറ്റ്വർക്കൊക്കെ ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി ഒരു സ്റ്റോപ്പിലും നിർത്താറില്ല. അല്ലെങ്കിൽ ആ വ്യക്തി അത്രയും വലിയ വിശിഷ്ട വ്യക്തിയായിരിക്കണം. ഒരു ട്രെയിൻ ഒരു സ്റ്റോപ്പിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നിലധികം വ്യക്തികൾ ആ സ്റ്റോപ്പിൽ നിന്ന് കയറാനുണ്ടായിരിക്കണം. എന്നാൽ ജപ്പാനിൽ ഒരു റെയിൽവേ സ്റ്റോപ്പിൽ കാര്യമായിട്ട് ആരുമില്ല, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി മാത്രമാണ് ആ ട്രെയിൻ ആ സ്റ്റോപ്പിൽ നിന്ന് ആ പെൺകുട്ടി കയറുന്നത്. അതുകൊണ്ട് അവിടുത്തെ റെയിൽവേ ആ പെൺകുട്ടിക്ക് വേണ്ടി മാത്രം ആ സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്താൻ തീരുമാനിച്ചു. ഇനി ആ പെൺകുട്ടി ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോൾ പിന്നെ ട്രെയിൻ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് അവർ ആ സ്റ്റോപ്പ് എടുത്തു കളയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് അവിടുത്തെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്.